ഹായ് ഫ്രണ്ട്സ്, നല്ല സൂപ്പർ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ്. നമുക്ക് അപ്പത്തിനും പിന്നെ നമ്മുടെ നെയ്ച്ചോറിനൊക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യമായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ചിക്കൻ നല്ല ക്ലീൻ ചെയ്ത് ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ്. ഏകദേശം ഒരു 2 കിലോ വെയിറ്റുള്ള ചിക്കനാണ്. ആദ്യം തന്നെ തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് തൈര്. ഇതൊരു മീഡിയം പുളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതൊരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇതും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം ഇതൊന്ന് നീക്കി വയ്ക്കണം. അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെല്ലാതും. ഇനി നമുക്ക് സവോള കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 4 മീഡിയം സൈസ് സവോള നമ്മളിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് നല്ല തിക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 4 വലിയ ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 അല്ലെങ്കിൽ 3 തക്കാളി കട്ട് ചെയ്ത് വെക്കാം. പിന്നെ കുറച്ച് മല്ലിയില, ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയ്ക്ക് പകരം കാഷ്നട്ട് അതിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഒന്ന് നന്നായി ഇളക്കി വഴറ്റിയെടുക്കണം. സവോള ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കണം. ആദ്യം തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നല്ല ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂണാണ് ഇവിടെ ചേർക്കുന്നത്. അപ്പം ഈ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് 3 ടീസ്പൂൺ ആയാലും മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പാണ് ചേർക്കുന്നത്. തേങ്ങയും നമ്മൾ തക്കാളിയും പിന്നെ മല്ലിയിലയും കൂടെ അരച്ചിട്ടുള്ള അരപ്പാണിത്. ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് എണ്ണ തെളിയുന്നത് വരെ നമുക്കിത് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ വഴറ്റി നമ്മൾ ഫസ്റ്റ് ഒഴിച്ച വെളിച്ചെണ്ണയൊക്കെ ഇതുപോലെ തെളിഞ്ഞ് വരുന്ന പോലെ വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വഴറ്റിയെടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ചധികം സമയമെടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ സമയം നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒരു 5 മിനിറ്റോളം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാനായിട്ട് കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് ഒന്ന് വേവാനായിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. ഇപ്പം നമ്മൾ ഒഴിച്ച വെള്ളവും പിന്നെ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം വരും. അങ്ങനെ ഇതിൻ്റെ ഈ ഗ്രേവിയിൽ നല്ലപോലെ വെന്ത് കിട്ടും. നമുക്ക് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ,
ആ ഗരം മസാല ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് പാത്രം ഒന്ന് അടച്ച് വയ്ക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്രേവി വെക്കാം കേട്ടോ. നമുക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് മുന്നേ ഓഫ് ചെയ്താൽ മതി. അല്ല കുറച്ചും കൂടെ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഗ്രേവിയുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറായി. ഇതിൻ്റെ ഫ്ലേവർ ഒട്ടും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമുക്കിത് കുറച്ച് നേരം അടച്ച് വയ്ക്കണം. ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം ഇതൊന്ന് സെർവ് ചെയ്യാം നമുക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.